Hi friends, welcome back to my channel Sims Nurses Corner. As usual, നമ്മളുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റ്യൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ക്രാക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, appropriate size of ET tube for children up to 10 years. Okay, 10 years. Appropriate size of endotracheal tube for children up to 10 years, that is 5 to 7 millimeter. നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് കൂടുതലും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Okay, 5 to 7 millimeter. Next one, a drain that is used for drainage of bile after an open cholecystectomy. Cholecystectomy means removal of gallbladder. Okay. T-tube ആണ് യൂസ് ചെയ്യുന്നത്. T-tube drainage system ആണ് നമ്മൾ gallbladder remove ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. Next one, test to differentiate fetal and maternal blood cells. Fetal and maternal blood cells. In case of നമുക്ക് നെഗറ്റീവ് മദറിന് പോസിറ്റീവ് ബേബി ഉണ്ടാകുന്ന സമയത്ത് മെറ്റേണൽ ബ്ലഡുമായിട്ടും ഫീറ്റൽ ബ്ലഡ് മിക്സ് ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് Klein-Hoover test. Okay, Klein-Hoover test. Next one, vaccine contraindicated in pregnancy. Vaccine contraindicated in pregnancy, yellow fever as well as rubella. Rubella as well as yellow fever. Next one, weight of placenta and fetus are equal at. The placenta and fetus and weight equal ആവുന്നത് 17 weeks. Okay, 17 weeks. 17 weeks. Next one, term ആവുന്ന സമയത്ത് പ്ലാസന്റ 1/6 of baby weight ആണ്. Okay, 1/6 of baby weight. Next one, HCG level increase. HCG level increase in hydatiform mole, Down syndrome, multiple pregnancy. Okay, ഇതിനകത്ത് except question ആയിരുന്നു. എഡ്വേർഡ്സിൻ്റെ തന്നെ except ആണ്. എഡ്വേർഡ്സിൻ്റെ തന്നെ HCG increase ചെയ്യില്ല. Okay, hydatiform mole, Down syndrome, multiple pregnancy. Next one, abducted foot is moved in the direction of abducted foot is moved in the direction of outward. Adduction എന്ന് ഓർത്ത് വയ്ക്കും. Adduction എന്ന് പറയുമ്പോൾ നമ്മൾ മിഡ് ലൈനിലേക്ക് ബോഡിയെ ആഡ് ചെയ്യുന്നു എന്ന് ഓർക്കുക. ഓക്കെ, ടുവേഴ്സ് മിഡ് ലൈൻ ആണ് അഡക്ഷൻ, ആഡ് ചെയ്യുന്നു എന്ന് ഓർക്കുക. എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അബ്ഡക്ഷൻ. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് എവേ ഫ്രം മിഡ് ലൈൻ വരുമ്പോൾ അബ്ഡക്ഷൻ. അത് ഓർത്ത് വയ്ക്കേണ്ട, ആഡ് അഡക്ഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ബോഡിയെ ആഡ് ചെയ്യുന്നു, മിഡ് ലൈനിലേക്ക് ആഡ് ചെയ്യുന്നത്, അതാണ് അഡക്ഷൻ. നെക്സ്റ്റ് വൺ, new WHO ORS osmolarity is 245. Okay, new WHO ORS osmolarity 245. Next one, most effective to prevent HIV vertical transmission. HIV vertical transmission prevent ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെവിറാപ്പിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെവിറാപ്പിനാണ് യൂസ് ചെയ്യുന്നത്, നെവിറാപ്പിൻ. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ ക്യാൻസർ അഫക്റ്റിംഗ് ബോത്ത് സെക്സ് ഇൻ വേൾഡ്. മോസ്റ്റ് കോമൺ ക്യാൻസർ അഫക്റ്റിംഗ് ബോത്ത് സെക്സ് ഇൻ വേൾഡ്, ദാറ്റ് ഈസ് lung cancer. Okay, both sex lung cancer ആണ്. Okay, നേരത്തെ പറഞ്ഞ ടി ട്യൂബ് ഡ്രെയിനേജ് ഒന്ന് നോക്കാം. നമ്മുടെ ബയൽ ഡക്ട്, ഹെപ്പാറ്റിക് ഡക്റ്റും കോമൺ ബയൽ ഡക്റ്റും ഇതാണെങ്കിൽ ഇങ്ങനെയാണ് ടി ട്യൂബ്, ഇങ്ങനെയാണ്, ഇതാണ് ആ ടിയുടെ പോസ്റ്റ്. ഓക്കെ, ടി ട്യൂബാണ് ഫിക്സ് ചെയ്ത് ഇതുവഴിയാണ് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് അതുപോലെ തന്നെയുള്ള 2-3 ഡ്രെയിനാണ്. ജാക്സൺ പ്രാറ്റ് ഡ്രെയിൻ നമ്മൾ യൂഷ്വലി അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഹീമോവാക്കാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിലിങ്ങനെ ഒരു ബൾബ് വന്നിട്ട് അതിനകത്തൊരു സ്റ്റോപ്പർ ഉണ്ട്. ഓക്കെ, സ്റ്റോപ്പർ ഉണ്ട്. ഇതാണ് ഡ്രെയിനേജ് ബോഡിയിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ട്, ഈ ഒരു പാർട്ട്. ഓക്കെ, ഇതാണ് ഈ ഒരു പാർട്ട്. ഇത് ജാക്സൺ പ്രാറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇമേജ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നതാണിത്. നെക്സ്റ്റ്, ഹീമോവാക്ക് ഡ്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ആസ് യൂഷ്വൽ അറിയാവുന്ന നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് പ്രഷർ, നെഗറ്റീവ് പ്രഷർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹീമോവാക്ക്. ഇനി പെൻറോസ് ഡ്രെയിനേജ്. പെൻറോസ് ഡ്രെയിനേജ് എന്താണ്? നമ്മൾ ഈ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ്, അതുപോലെ ഈ എഡിമ പസ് കളക്ഷനുള്ള ഡ്രെയിനേജിലാണ് നമ്മളിങ്ങനെ ഒരു പെൻറോസ് പോലത്തെ ഒരു ഇങ്ങനെ ഈ ഒരു സിസ്റ്റം ട്രെയിൻ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നതാണ് പെൻറോസ് ഡ്രെയിനേജ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇമേജ് ഇട്ടതാണ്. നേരത്തെ പറഞ്ഞ ക്ലീ-ഹോവർ ബെറ്റ്കെ ടെസ്റ്റ്, ബ്രൈറ്റ് പിങ്ക് ഫീറ്റൽ സെൽസ്, മെറ്റൽ സെൽസ്, ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. പിന്നെ നേരത്തെ ബോഡി മൂവ്മെൻറ്റ്, ഇത് ന്യൂട്രൽ പൊസിഷൻ ആണ്. അഡക്ഷൻ കണ്ടോ, ടുവേഴ്സ് മിഡ് ലൈൻ. ഇത് ബോഡിയുടെ മിഡ് ലൈൻ ആണെങ്കിൽ ബോഡിയിലേക്ക് ചേരുന്നത് അഡക്ഷൻ. അപ്പോൾ ഈ അഡക്ഷൻ വന്ന ലെഗ് ഏത് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഇൻവേർഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ബോഡിയിലോട്ട് ഇൻവേർഡ് ആയിരിക്കും അഡക്ഷൻ വന്ന ലെഗ്. അബ്ഡക്ഷൻ ആകുമ്പോൾ ഔട്ട്വേർഡ്, കണ്ടോ, അബ്ഡക്ഷൻ ഇങ്ങോട്ട് ഔട്ട്വേർഡേക്ക്. നെക്സ്റ്റ് വൺ, ഡ്രഗ് കോസ് ഗ്രേ ബേബി സിൻഡ്രോം.
drug which cause grey baby syndrome, that is chloramphenicol. Chloramphenicol important ആണ്. ഒന്നെങ്കിൽ മദർ അല്ലെങ്കിൽ നിയോനേറ്റിന് ആർക്കെടുത്താലും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഡോസേജ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രോപ്പർ ഹാൻഡ്ലിങ്, ഇംപ്രോപ്പർ ഇൻടേക്ക് കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഗ്രേ ബേബി സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, renin is secreted from juxtaglomerular apparatus. Juxtaglomerular apparatus എന്നാണ് renin സെക്രീറ്റ് ചെയ്യുന്നത്, കിഡ്നി. ഓക്കെ. Next one, delirium is a disorder of consciousness. Okay, delirium is a disorder of consciousness. Next one, type of amnesia. Type of amnesia in which the patient is unable to recall past events. Past event recall ചെയ്യാൻ പറ്റാത്തത് retrograde amnesia. Okay, retrograde amnesia ഓർത്ത് വയ്ക്കുക. Next one, 5% glucose saline. നമുക്കെല്ലാം അറിയാം 5D. 5% glucose saline means each 100 ml contains 5 gram glucose, 0.9 gram sodium chloride. Okay, 5 gram glucose, 0.9 gram sodium chloride. Okay. Next, in case of delay in transportation of CSF sample collection സമയത്ത് delay ഉണ്ടെങ്കിൽ should keep it refrigerated at 4 degrees Celsius refrigerate ചെയ്യണം. Okay, delay in transportation വരുന്ന സമയത്ത് 4 degrees Celsius കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റെഫ്രിജറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, മോസ്റ്റ് കോമൺ ബയോകെമിക്കൽ അബ്നോർമാലിറ്റി ഇൻ കഞ്ചിനൈറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്. കോമൺ ബയോകെമിക്കൽ അബ്നോർമാലിറ്റി കഞ്ചിനൈറ്റൽ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസ്. പൈലോറിക് സ്റ്റീനോസിസ് എന്താണ്? നമ്മുടെ പൈലോറിക് സ്പിഞ്ചറുണ്ട്, കാർഡിയാക് സ്പിഞ്ചറുണ്ട് സ്റ്റൊമക്കിന്. അതിൻ്റെ പൈലോറിക് സ്റ്റീനോസ് വന്നിട്ട് ക്ലോസ് ആകുന്ന അവസ്ഥ. ആ സമയത്ത് ഫുഡ് പോയിട്ട് അതുപോലെ തന്നെ തിരിച്ച് വൊമിറ്റ് ചെയ്ത് പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ആയിരിക്കും അതിൻ്റെ മെയിൻ സിംറ്റം. അപ്പോൾ ആ പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും അറിയാം HCl കൂടുതലായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ആസിഡ് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബോഡി ആൽക്കലൈസ്ഡ് ആവും. അപ്പോൾ ഒരു മെറ്റബോളിക് ആൽക്കലോസിസ് അവിടെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ലൂസ് മോഷനും വൊമിറ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കൂടുതൽ വരുന്നത് പൊട്ടാസ്യമാണ്. ഓക്കെ, പൊട്ടാസ്യം അത് ഹൈപ്പോകലീമിക് മെറ്റബോളിക് ആൽക്കലോസിസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, പൈലോറിക് സ്റ്റീനോസിന് ഒലിവ് മാസ് ഷേപ്പ് അബ്ഡോമൻ ഉണ്ടാവും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം. പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒലിവ് മാസ് ഷേപ്പ് അബ്ഡോമൻ ഉണ്ടാകുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, റാപ്പിഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബ്ലഡ് കണ്ടെയ്നിങ് സിട്രേറ്റ് കോസ്. അതായത് സിട്രേറ്റ് ഉള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് റാപ്പിഡ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? ഹൈപ്പോകാൽഷ്യമia. എന്തുകൊണ്ടാണ്? നമ്മുടെ ഈ സിട്രേറ്റിൻ്റെ ബ്ലഡിലുള്ള സിട്രേറ്റ് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം, അയനൈസ്ഡ് കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കാൽഷ്യം റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഹൈപ്പോകാൽഷ്യമia ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഏരിയോളാർ. ഇത് എക്സെപ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം തന്നിരിക്കുന്നത്. ഏരിയോളാർ, റെറ്റിക്കുലാർ, അഡിപ്പോസ്. ഇതിന് എക്സെപ്റ്റ് എപ്പിത്തീലിയൽ സെൽസ് കണക്റ്റീവ് ടിഷ്യൂ അല്ല. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതല്ല എപ്പിത്തീലിയൽ സെൽസ്. നെക്സ്റ്റ് വൺ, ഡ്രഗ് ഫോർ നെഫ്രോട്ടിക് സിൻഡ്രോം. നെഫ്രോട്ടിക് സിൻഡ്രത്തിന് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് സ്റ്റീറോയിഡ്സ് ആണ്. മറന്നു വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നെഫ്രോട്ടിക് സിൻഡ്രത്തിന് യൂസ് ചെയ്യുന്നത് സ്റ്റീറോയിഡ്സ് ആണ്. ഇന്നത്തെ പറഞ്ഞ ഗ്രേ ബേബി സിൻഡ്രോം എന്തുകൊണ്ടാണ്? പൊട്ടൻഷ്യലി ഫേറ്റൽ ടോക്സിൻ ക്ലോറാംഫെനിക്കോളിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാകുന്നതാണ്. ഇനബിലിറ്റി ഓഫ് ലിവർ ടു ഗ്ലൂക്കോട്ടിനേറ്റ്. ലിവറിന് എന്താണ് മദർ മെറ്റേണലാണ് എടുക്കുന്നതെങ്കിലും ഫീറ്റിലാണെങ്കിലും ലിവറാണ് അതിൻ്റെ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്. എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ടോക്സിസിറ്റി ഉണ്ടായതിനു ശേഷമാണ് ഈ ഗ്രേ ബേബി സിൻഡ്രോം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ റിട്രോഗ്രേഡ് അമ്നേഷ്യ ഇമ്പേർഡ് റിട്രീവൽ ഓഫ് ഓൾഡ് മെമ്മറീസിന് റിട്രോഗ്രേഡ് അമ്നേഷ്യയും അതുപോലെ തന്നെ ന്യൂ മെമ്മറീസ്, അതായത് ഇമ്പേർഡ് ഫോർമേഷൻ ഓഫ് ന്യൂ മെമ്മറീസ്, അതാണ് ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യ. ഓക്കെ, റിട്രോഗ്രേഡും ആൻഡ്രോഗ്രേഡും ഉണ്ട്. റിട്രോഗ്രേഡ് അമ്നേഷ്യ ആസ് വെൽ ആസ് ആൻഡ്രോഗ്രേഡ് അമ്നേഷ്യ. റിട്രോഗ്രേഡ് പാസ്റ്റും ആൻഡ്രോഗ്രേഡ് ഫ്യൂച്ചറും. നേരത്തെ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂസ്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ രണ്ടത് വരുന്നതാണ് അഡിപ്പോസ് ടിഷ്യൂ, ഏരിയോളാർ ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് ഏരിയോളാർ ടിഷ്യൂവും റെറ്റിക്കുലാർ ടിഷ്യൂവും. ഓക്കെ, റെറ്റിക്കുലാർ. പിന്നെ അതുപോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, ഇത് മൂന്നും അതിൽ ഉണ്ടായിരുന്ന ഓപ്ഷനിൽ നമ്മൾ എപ്പിത്തീലിയൽ സെൽസ് ആണ് ഓപ്ഷനിൽ ഇല്ലാത്തത്. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അണ്ടർ ദി സ്കിന്നാണ് ഈ കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ടത്. നമ്മുടെ ഓർഗൻസ് ഫേം ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്റ്റീവ് ടിഷ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് വൺ അസ്പെർമിയ. വട്ട് ഈസ് അസ്പെർമിയ? ആബ്സെൻസ് ഓഫ് സെമൻ ആണ്. ഓക്കെ, ആബ്സെൻസ് ഓഫ് സെമൻ ആണ്. അതിനകത്ത് ഓപ്ഷൻസിൽ സ്പേം ഉണ്ടാകും. ആബ്സെൻസ് ഓഫ് സ്പേം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അസ്പെർമിയ ആബ്സെൻസ് ഓഫ് സെമനും അസോസ്പെർമിയ ആബ്സെൻസ് ഓഫ് സ്പേമും ആണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ മോർഫിൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ. മോർഫിൻ പാൻക്രിയാറ്റൈറ്റിസിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, മോർഫിൻ പാൻക്രിയാറ്റൈറ്റിസിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. പാൻക്രിയാറ്റൈറ്റിസ് വരുന്ന സമയത്ത് സലേവറി അമൈലേസും ലിപ്പേസും ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന എൻസൈംസ്. അത് ഇൻക്രീസ്ഡ് ആയിരിക്കും. ഓക്കെ, പാൻക്രിയാറ്റൈറ്റിസിന്റെ സമയത്ത്. ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ദാറ്റ് ഈസ് പാൻറ്റോപ്രസോൾ. എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രോട്ടോൺ പമ്പ് PPA പാൻറ്റോപ്രസോൾ ആണ്. നെക്സ്റ്റ് വൺ എ മെമ്മറി ഡിസ്റ്റർബൻസ് ഇൻ വിച്ച് ഫെമിലിയർ ട്രീറ്റഡ് ആസ് അൺഫെമിലിയർ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു മെമ്മറി ഡിസ്റ്റർബൻസ്, അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അൺഫെമിലിയർ ആയിട്ട് തോന്നുന്ന അവസ്ഥയാണ് ജമൈസ് വു. ഓക്കെ, ജമൈസ് വു. ഡിജാവു ഉണ്ട്, ഞാൻ ഒരു പറഞ്ഞുതരാം, മനസ്സിലാവും. ജമൈസ് വുവിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിജാവു. ഓക്കെ, ജമൈസ് വു. നെക്സ്റ്റ് വൺ അസംഷൻ ആൻഡ് ഡീലിമിനേഷൻ ഓഫ് ആർ ഐഡന്റിഫൈഡ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് റിസർച്ച് പ്രോസസ്. ഓക്കെ, അസംഷനും ഡീലിമിനേഷനും പ്ലാനിങ് പ്രോസസ്സിലാണ്. ഓക്കെ, അസംഷൻ ആൻഡ് എലിമിനേഷൻ ഇൻ പ്ലാനിങ് പ്രോസസ്. നെക്സ്റ്റ് വൺ നോ നോട്ട് മീ. റിയാക്ഷൻ ഓഫ് ദി പേഷ്യൻറ്റ് സീൻ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ഡെത്ത്. ഓക്കെ, നോ നോട്ട് മീ അതായത് ഡിനയിലാണ് ആ ഒരു സ്റ്റേജ്. നമുക്ക് സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ഉണ്ട്. നമ്മൾ ഡാബ്ഡ DABDA ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഡാബ്ഡ എന്നാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം. ഓക്കെ, പറഞ്ഞുതരാം, മനസ്സിലാവും. ഡിനയിലാണ്, അതായത് ടെർമിനലി ഇൽ പേഷ്യൻസിൽ നിന്നിട്ട് നമ്മൾ ഡെത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നിരസിക്കുന്ന ഒരവസ്ഥ. അതാണ് ഡിനയിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ആണത്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രീഫ്. നെക്സ്റ്റ് വൺ കൂലീസ് അനീമിയ അല്ലെങ്കിൽ തലസീമിയ മേജർ. തലസീമിയ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, ബട്ട് കൂലീസ് അനീമിയ വരുമ്പോൾ ഡൗട്ട് ആവും. ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് ബീറ്റാ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. ഓക്കെ, ബീറ്റാ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് തലസീമിയ അല്ലെങ്കിൽ കൂലീസ് അനീമിയ. നെക്സ്റ്റ് വൺ ദി ഇസട്രാക് ടെക്നിക്. The Isatrac technique of IM injection is used to reduce backward leakage of drug. Okay, Isatrac technique യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബാക്ക്വേർഡ് ലീക്കേജ് ഓഫ് ഡ്രഗ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ ഫോർ വാട്ടർ ഇൻ കോൾഡ് സ്പഞ്ചിങ്. കോൾഡ് സ്പഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 85 to 90 ആണ് കേട്ടോ. 85 to 90. അതിനകത്ത് ഓപ്ഷനിൽ 90 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് 90 പറഞ്ഞതാണ്. ഓക്കെ, 85 to 90 കോൾഡ് സ്പഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ. നേരത്തെ പറഞ്ഞ അസ്പെർമിയ ആബ്സെൻസ് ഓഫ് സെമൻ. ഓക്കെ, സെമൻ്റെ ആബ്സെൻസ് ആണ് അസ്പെർമിയ. ഇനി അസോസ്പെർമിയ ആബ്സെൻസ് ഓഫ് സ്പെർമാറ്റോസോവ അല്ലെങ്കിൽ സ്പേം ആണ്. ഓക്കെ, അസോസ്പെർമിയ ആബ്സെൻസ് ഓഫ് സ്പേം. ഇനി ഒളിഗോസ്പെർമിയ എന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് സ്പെർമാറ്റോസോവ ലെസ് ദാൻ 20 million per ml അല്ലെങ്കിൽ 5 to 10 sperm per HPF. ഓക്കെ, ഒന്നെങ്കിൽ ലെസ് ദാൻ 20 million per ml അല്ലെങ്കിൽ 5 to 10 sperm. ഇനി സിവിയർ ഒളിഗോസ്പെർമിയ എന്ന് വെച്ചാൽ 1 to 2 sperm per HPF. ഇവിടെ 5 to 10 ആണെങ്കിൽ ഇവിടെ 1 to 2 sperm ആവും. ഇനി പോളിസൂസ്പെർമിയ ആകുമ്പോൾ 350 million per ml ഉണ്ടാവും, കൂടുതലായിട്ട് സ്പേം കൗണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, അസ്പെർമിയയും അസോസ്പെർമിയയും. നമുക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. അസ്പെർമിയ ആബ്സെൻസ് ഓഫ് സെമനും അസോസ്പെർമിയ ആബ്സെൻസ് ഓഫ് സ്പേമും ആണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ എല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോവും. നെക്സ്റ്റ് വൺ നേരത്തെ പറഞ്ഞ ഡിജാവു ആൻഡ് ജമൈസു. ഒന്നുമില്ല, ഡിജാവു എന്ന് പറയുന്നത് സീൻ ബിഫോർ, അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഈ രണ്ട് വേർഡുകൾ മാത്രം ഓർത്ത്, നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ ഇതിന് മുന്നേ നമ്മളിത് കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് ആ കറണ്ട് സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു, അതാണ് ഡിജാവു. ഇനി ജമൈസു എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്, നെവർ സീൻ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും, ബട്ട് നമ്മൾ ആ സമയത്ത് നെവർ സീൻ, നമ്മൾ കണ്ടിട്ടില്ലാത്ത കണക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നു. അതാണ് ജമൈസുവും ഡിജാവു. ഓക്കെ, ഡിജാവു ആൻഡ് ജമൈസു. നേരത്തെ പറഞ്ഞ സ്റ്റേജ് ഓഫ് ഗ്രീഫ് 5 സ്റ്റേജസ് ആണുള്ളത്. ഡിനയൽ, ആങ്കർ, ഡിപ്രഷൻ, ബാർഗെയിനിങ്, ആക്സെപ്റ്റൻസ്. ഓക്കെ, ഡാബ്ഡ DAB. സോറി, ഇതിനകത്ത് ബാർഗെയിനിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഡാബ്ഡ എന്നാണ് കേട്ടോ, ഈ ബാർഗെയിനിങ് ഇപ്പുറത്താണ് വരുന്നത്. ഓക്കെ, ഡിപ്രഷൻ ഇവിടെ. ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ, ആക്സെപ്റ്റൻസ്. ഓക്കെ, അതാണ് ഈ സ്റ്റേജ്. ഡാബ്ഡ DABDA അത് ഓർത്ത് വയ്ക്കുക.
ഓക്കെ, അപ്പോൾ മാറിപ്പോരുത്, ഇതിനകത്ത് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഇവിടെയാണ് ബാർഗെയിനിങ് വരുന്നത്. ഡാബ്ഡ, ഡാബ്ഡയെന്ന് ഓർത്ത് വയ്ക്കുക. ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ, ആക്സെപ്റ്റൻസ്. ഓക്കെ, ഡാബ്ഡയാണ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെസ്റ്റ് ഡൺ ടു ഡിറ്റക്ട് ഹീമോളൈറ്റിക് അനീമിയ. ഹീമോളൈറ്റിക് അനീമിയ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DCT, ഡയറക്റ്റ് കും ടെസ്റ്റ്. ഓക്കെ, DCT ഡയറക്റ്റ് കും ടെസ്റ്റ് ആണ് ഹീമോളൈറ്റിക് അനീമിയ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പെയിൻ ഫെൽറ്റ് ഇൻ കാഫ് മസിൽ വെൻ ഡോർസിഫ്ലെക്സ് വിത്ത് എക്സ്റ്റെൻഡഡ് അറ്റ് നീ. പെയിൻ ഫെൽറ്റ് ഇൻ കാഫ് മസിൽസ്. ഓക്കെ, നീ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഡോർസിഫ്ലെക്സ് ഇത് നീ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാഫ് മസിൽ പെയിൻ ഉണ്ടാകുന്നത് ഹൊമാൻ സൈൻ. ഓക്കെ, ഹൊമാൻ സൈൻ മറന്നു പോകരുത്. ഹൊമാൻ സൈൻ വെരിക്കോസ് വെയിൻ്റെ സിമ്പിളാണ് ഹൊമാൻ സൈൻ. നെക്സ്റ്റ് വൺ, ബ്ലഡ് ടെസ്റ്റ് ടു അസസ് ഫ്ലൂയിഡ് സ്റ്റാറ്റസ് ഇൻ ബേൺ പേഷ്യൻറ്റ്. ബേൺസ് പേഷ്യൻ്റെ ഫ്ലൂയിഡ് സ്റ്റാറ്റസ് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ് ഹെമാറ്റോക്രിറ്റ് ആണ്. ഓക്കെ, ഹെമാറ്റോക്രിറ്റ് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് RBC ആണ്. പെർസെൻറ്റേജ് ഓഫ് RBC ആണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാലിഗ്നൻസീസ് അസോസിയേറ്റഡ് വിത്ത് HIV ഓർ AIDS. അതായത് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വരുന്ന മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന മാലിഗ്നൻസീസ് ഏതൊക്കെയാണ്? കപ്പോസിസ് സാർക്കോമ, നോൺ ഹോഡ്ജിക്കിൻസ് ലിംഫോമ, ഗ്യാസ്ട്രിക് അഡിനോമ, കാർസിനോമ. കപ്പോസിസ് സാർക്കോമ, നോൺ ഹോഡ്ജിക്കിൻസ് ലിംഫോമ, ഗ്യാസ്ട്രിക് അഡിനോമ, കാർസിനോമ. ഇത് ഓൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഓൾ ഓഫ് ദി എബോവ് ആയിരുന്നു ആൻസർ വരുന്നത്. അതുകൊണ്ടാണ് 3 ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഹോൾട്ടർ മോണിറ്റർ മീൻസ്. ഹോൾട്ടർ മോണിറ്റർ എന്താണ്? ആംബുലേറ്ററി ECG. അതായത് 24 hours പേഷ്യൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ഹോൾട്ടർ, ഒരു ECG മോണിറ്റർ, ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ പേഷ്യൻ്റ് ഏതൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളതിനെ പേഷ്യൻറ്റിനെ കൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ സമയത്തുള്ള ECG അസസ് ചെയ്യുന്നത്. അതായത് ആംബുലേറ്ററി ECG, പേഷ്യൻ്റ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള ECG അസസ് ചെയ്യുന്നതാണ് ഹോൾട്ടർ ECG എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോംപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ചർ. കോംപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? നെർവ് ഇഞ്ചുറി, ഫാറ്റ് എംബോളിസം. മോസ്റ്റ് സീരിയസ് ഫാറ്റ് എംബോളിസം ആണ്. നെക്സ്റ്റ് വൺ, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി. നെർവ് ഇഞ്ചുറി, ഫാറ്റ് എംബോളിസം, സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി. നെക്സ്റ്റ് വൺ, ദ ഡിസോർഡർ ഓഫ് റിക്കറൻറ്റ് പുള്ളിങ് ഓഫ് വൺസ് ഓൺ ഹെയർ. റിക്കറൻറ്റ് പുള്ളിങ് ഓഫ് വൺസ് ഓൺ ഹെയർ പുള്ളി ചെയ്ത് പൊട്ടിച്ച് കളയുന്ന ഒരവസ്ഥ ട്രിക്കോട്ടിലോമാനിയ. ഓക്കെ, ട്രിക്കോട്ടിലോമാനിയ സൈക്കാട്രിക് ഡിസോർഡർ ആണ്. റിക്കറൻറ്റ് പുള്ളിങ് ഓഫ് വൺസ് ഓൺ ഹെയർ, ദാറ്റ് ഈസ് ട്രിക്കോട്ടിലോമാനിയ. നെക്സ്റ്റ് വൺ, ചീഫ് സെൽസ് ഓഫ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ്. Chief cells of gastric gland secrete pepsinogen. ഓക്കെ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിൻ്റെ ചീഫ് സെൽസ് പെപ്സിനോജനും പറൈറ്റൽ സെൽസ് HCl ആണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ചീഫ് സെൽസ് പെപ്സിനോജൻ, പറൈറ്റൽ സെൽസ് HCl. നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഓഫ് DNA വൈറസ്. DNA വൈറസിൽ എക്സാമ്പിൾ ഇത് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഹെപ്പറ്റൈറ്റിസ് B, C, AD ആണ് ഉണ്ടായിരുന്നത്. BCAD ആണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അതിനകത്ത് DNA വൈറസ് ഹെപ്പറ്റൈറ്റിസ് B മാത്രമേ ഉള്ളൂ. RNA വൈറസ് ആണ് അതേഴ്സ്. CAD, Eയും RNA വൈറസ് ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് B DNA ആണ് ഓർത്ത് വയ്ക്കുക, ബാക്കിയെല്ലാം RNA. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇനിഷ്യൽ കളേഴ്സ് ഓഫ് ലൈറ്റ്. ഇനിഷ്യൽ കളേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് ഏതൊക്കെയാണ്? റെഡ്, ബ്ലൂ, ഗ്രീൻ. റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ് പ്രൈമറി കളേഴ്സ്. ഹൈ ഹെമാറ്റോക്രിറ്റ്, നേരത്തെ പറഞ്ഞ ഹെമാറ്റോക്രിറ്റ് വാല്യൂ അല്ലേ, ജസ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മളെ ബ്ലഡ് ഇതാണെങ്കിൽ അതിനകത്ത് ബ്ലഡിൽ പ്ലാസ്മ, WBC, പ്ലേറ്റ്ലെറ്റ്, RBC ഇതാണ് മെയിൻ കണ്ടൻസ് വരുന്നത്. ഓക്കെ, ആ കണ്ടൻസിൽ RBCയുടെ വാല്യൂ ഈ ഇത്രയും വാല്യൂവിനെയാണ് ഹെമാറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി 45 to 50% ഒക്കെയാണ് വരുന്നത്. ഇനി അനീമിയ വരുന്ന സമയത്ത് RBCയുടെ അളവ് കുറവായിരിക്കും. ഇതാണ് അനീമിയ. ഇനി പോളിസൈത്തീമിയ, അതായത് RBCയുടെ കൗണ്ട് കൂടുന്ന ഒരു ഡിസീസാണ് പോളിസൈത്തീമിയ. ആ സമയത്തും RBC കൂടുതലായിരിക്കും, 70% എബോവ് പോകും. ഇനി ബേൺസ് പേഷ്യൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫ്ലൂയിഡ് കാണില്ല, അതായത് പ്ലാസ്മ വോളിയം കാണില്ല, പകരം RBC ആയിരിക്കും അപ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഓക്കെ, പ്ലാസ്മ വോളിയം കുറവായിരിക്കും. അതാണ് അസസ് ചെയ്യാൻ വേണ്ടി, ഡീഹൈഡ്രേഷനിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹെമാറ്റോക്രിറ്റ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഡൗട്ടുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വിഷിംഗ് എ ഗുഡ് ലക്ക്.